ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? കുറച്ച് ദിവസങ്ങളായി FBയിലും ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ഒരേപോലെ തരംഗമായി കൊണ്ടിരിക്കുന്ന ഒരു കിൽറ്റിലൻ ഹാപ്പി ന്യൂസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ ദളപതി അദ്ദേഹത്തിൻ്റെ ഭാര്യ സംഗീതയും വീണ്ടും ഒന്നിക്കാൻ പോകുന്നു. കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ടല്ലേ? പക്ഷേ ഈ ഒത്തുതീർപ്പ് വാർത്തയ്ക്ക് പിന്നിൽ കോടതി മുറിയിൽ നമ്മൾ ആരും അറിയാതെ നടന്ന വലിയൊരു സസ്പെൻസ് ഡ്രാമയുണ്ട്. ഒരു പ്രമുഖ തമിഴ് വാർത്താ ചാനലിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചെന്നൈയിലെ ചെങ്കൽപ്പട്ട് ഫാമിലി കോടതിയിൽ വെച്ച് അതീവ രഹസ്യമായിട്ടാണ് ഈ കാര്യങ്ങൾ നടന്നത്. കോടതി മുറിയിൽ നിന്ന് മറ്റുള്ളവരെയൊക്കെ പുറത്തു നിർത്തി അതീവ സുരക്ഷയിലാണ് ഈ ഹിയറിംഗ് നടന്നതെന്ന് കേൾക്കുന്നു. എന്താണ് ശരിക്കും ആ കോടതി മുറിയിൽ സംഭവിച്ചത്? അമ്മ ശോഭ ചന്ദ്രശേഖർ ഇതിൽ എങ്ങനെയാണ് ഇടപെട്ടത്? ഇതാണ് ഇന്ന് വീഡിയോയിൽ. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ട് കാണണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തോളൂ. അപ്പോൾ ഇതുപോലുള്ള പുതിയ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. കഴിഞ്ഞ ഫെബ്രുവരി മാസമാണ് സംഗീത ചെങ്കൽപ്പട്ട് ഫാമിലി കോടതിയിൽ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കോടതി ഈ കേസ് പരിഗണിച്ചപ്പോഴാണ് ആരും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ നടന്നത്. പൊതുവെ VVIP കേസുകളിലൊക്കെ സ്വകാര്യത നിലനിർത്താൻ കോടതികൾ ഇൻ ക്യാമറ രീതിയാണ് ഉപയോഗിക്കാറുള്ളത്. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. നിങ്ങൾക്കറിയാമോ, ഈ കേസ് പരിഗണിച്ച സമയത്ത് കേട്ടുനിന്ന പൊതുജനങ്ങളെയും മറ്റ് വക്കീലന്മാരെയുമൊക്കെ കോടതി മുറിയുടെ പുറത്തു നിർത്തി ലണ്ടനിലുള്ള സംഗീത നേരിട്ട് ഹാജരാകാതെ വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് ജഡ്ജി സുജാതയ്ക്ക് മുന്നിൽ ഓൺലൈനായി എത്തിയത്. വിജയ് ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തിരക്കുകൾ കാരണം നേരിട്ട് വരാൻ കഴിഞ്ഞിരുന്നില്ല. വിജയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ അഡ്വക്കേറ്റാണ് കോടതിയിൽ ഹാജരായത്. ജഡ്ജി സംഗീതയുമായി തനിച്ചാണ് സംസാരിച്ചത്. തനിക്ക് ഈ കേസ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്നും ഹർജി പിൻവലിക്കുകയാണെന്നും സംഗീത കോടതിയെ അറിയിച്ചു. വിജയുടെ വക്കീൽ ഇതിൽ എതിർപ്പൊന്നും പ്രകടിപ്പിക്കാതിരുന്നതോടെ കേസ് ഔദ്യോഗികമായി ക്ലോസ് ചെയ്യപ്പെട്ടു. ഇനി എല്ലാവരും ചോദിക്കുന്ന പ്രധാന ചോദ്യം, എങ്ങനെയാണ് പെട്ടെന്ന് സംഗീതയുടെ മനസ്സ് മാറിയത്? എന്തിനാണ് അവർ ഡിവോഴ്സ് കേസ് പിൻവലിച്ചത്? ഇവിടെയാണ് വിജയുടെ അമ്മ ശോഭ ചന്ദ്രശേഖറുടെ എൻട്രി, മാസ് എൻട്രി. സ്വന്തം മകൻ്റെ കുടുംബം തകരുന്നത് കാണാൻ ഒരമ്മയ്ക്കും കഴിയില്ല അല്ലേ? അതാണ് അമ്മ. പക്ഷേ എല്ലാ അമ്മമാരെയും ഞാനിങ്ങനെ പറയുന്നില്ല കേട്ടോ. സ്വന്തം മകൻ്റെ ദാമ്പത്യ ജീവിതം കുട്ടിച്ചോറാക്കുന്ന ചില അമ്മമാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർ ഈ കാര്യത്തിൽ ഉൾപ്പെടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പല തമിഴ് മാധ്യമങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അമ്മ ശോഭ നേരിട്ട് മുൻകൈ എടുത്ത് മരുമകൾ സംഗീതയുമായി സംസാരിച്ചു. ലണ്ടനിലായിരുന്ന സംഗീതയോട് ഫോൺ വഴിയും അല്ലാതെയും അവർ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ സംസാരിച്ച് മനസ്സിലാക്കി എന്നാണ് അറിയുന്നത്. വിജയ് ഇപ്പോൾ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കുടുംബത്തിലെ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ കരിയറിനെയും രാഷ്ട്രീയ പ്രതിച്ഛായയെയും ബാധിക്കാം. ഇതുകൂടാതെ കുട്ടികളുടെ ഭാവിയും ആലോചിക്കേണ്ടതുണ്ട്. അമ്മ ശോഭയുടെ സ്നേഹത്തോടെയുള്ള ഉപദേശങ്ങളും വലിയ രീതിയിലുള്ള ഇടപെടലുകളും സംഗീതയുടെ വിഷമങ്ങൾ മാറ്റാൻ സഹായിച്ചു. ആ അമ്മ കാട്ടിയ ആ മനസ്സ് തന്നെയാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു സന്തോഷ വാർത്തയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. സംഗീത കേസ് പിൻവലിച്ചു എന്ന വാർത്ത വന്നതോടെ സോഷ്യൽ മീഡിയയിൽ വിജയ് ഫാൻസ് ശരിക്കും ആഘോഷത്തിലാണ്. കാരണം സിനിമയിലും രാഷ്ട്രീയത്തിലും അദ്ദേഹം ജയിച്ചു നിൽക്കുമ്പോൾ കുടുംബജീവിതത്തിലും അദ്ദേഹം ജയിക്കണം എന്നതായിരുന്നു ആരാധകരുടെ കടുത്ത ആഗ്രഹം. മറ്റൊരു രസകരമായ കാര്യം എന്താണെന്നറിയാമോ? ഇതിലൊരു സസ്പെൻസ് ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ വരുന്ന ഓഗസ്റ്റ് 25-ന് വിജയുടെയും സംഗീതയുടെയും 27ാമത് വിവാഹ വാർഷികമാണ്. ഈ വരുന്ന വിവാഹ വാർഷിക ദിനത്തിന് നീലാങ്കരയിലുള്ള വിജയുടെ അടുത്തേക്ക് ലണ്ടനിൽ നിന്നും സംഗീത വിജയ് പറന്നെത്തുമാണ് ആരാധക വൃന്ദം പറയുന്നത്. എന്തായാലും ഫ്രണ്ട്സ്, ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ മകന് താങ്ങായി നിന്ന് കുടുംബം തകരാതെ കാത്ത അമ്മ ശോഭ ചന്ദ്രശേഖറിന് വലിയൊരു കയ്യടി തന്നെ കൊടുക്കാം. സിനിമയിലെ ക്ലൈമാക്സ് പോലെ തന്നെ യഥാർത്ഥ ജീവിതത്തിലും ദളപതി വിജയ് കുടുംബത്തോടൊപ്പം ഒന്നിച്ച് ജീവിക്കാൻ പോകുന്നു എന്ന വാർത്ത തമിഴകം മുഴുവനും സന്തോഷം നിറച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കോടതിയിൽ നടന്ന ആ രഹസ്യ നീക്കങ്ങളുടെയും റീയൂണിയൻ്റെയും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. വിജയ് സംഗീത റീയൂണിയനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് കമൻറ്റ് രൂപത്തിലാക്കി താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ
വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം.